ഞങ്ങൾക്ക് ഓരോ മിഷൻ കഴിഞ്ഞ് വരുമ്പോഴും വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു കൗൺസിലറെ കാണാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. കാരണം നമ്മളൊന്നും സൂപ്പർ ഹ്യൂമൻ അല്ല, നമ്മൾ കാണുന്നതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ എനിക്കത് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ റുവാണ്ടയിൽ പോയിട്ട് വന്നതിന് ശേഷം I went back and talked to him and said, this is, നമുക്ക് ആ നൈറ്റ്മെയർ വിൽക്കം അതൊരു തോന്നലുണ്ടാവും. അന്ന് അവിടെ ക്ലാസ് എടുക്കുന്ന മുഴുവൻ ഓരോ രാജ്യങ്ങളിലെ പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ്, അങ്ങനെ അവരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവർ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നത്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ നമ്മളൊക്കെ പോലത്തുള്ള ആളുകളാണ്, ഇവരൊന്നും ഇങ്ങനെ സൂപ്പർ ഹ്യൂമൻസ് ഒന്നുമല്ല. അവരുടെ ആ ക്ലാരിറ്റി ഓഫ് തോട്ട്, ഇന്റൻസിറ്റി ഓഫ് പർപ്പസ്, ഇതാണ് അവരെ മാറ്റി നിർത്തുന്നത്. 2050 കേരളത്തിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആരാണെന്ന് നമ്മൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 2040 ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ കിട്ടും. ഒരു 100 പേരുടെ പൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ when they get into power they will know each other and that they will collectively work for a better nation. അങ്ങനെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കേരളത്തിനെ മുമ്പോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് നെറ്റ്വർക്ക് സിസ്റ്റം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.